ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3ാമത് ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനം എടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണ യടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 12ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, നീറ്റ്, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമ ബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാ ബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും അടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണ അവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24-നാണ് തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും.
ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്കാവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശീലയംപെട്ടിയിലെ നൂറുകണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്തെ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻ വർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം വാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ് സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ, ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മു കശ്മീരിൽ 3ാമത് വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക
കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.